മലബാറിൽ, പ്രത്യേകിച്ച് തെക്കേ മലബാറിൽ ഇതുപോലുള്ള ആഘോഷങ്ങളുണ്ട്. നേർച്ചകളും ഉറൂസുകളും ഒക്കെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ തൃത്താല ഉറൂസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ തുടർച്ചയെന്നോണം നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ജാതി മത ഭേദമന്യേ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ പങ്കെടുത്ത് നടത്തുന്ന ഒരു ഗ്രാമോത്സവം ഉണ്ടായി. ഈ ഗ്രാമോത്സവത്തിൽ നിരവധി ആനകളെയും എഴുന്നള്ളിച്ചു. 42 ആന എഴുന്നള്ളിച്ചു. അതിൽ 3 ആനകളുടെ പുറത്ത് ഈ ഹമാസ് നേതാക്കളായിരുന്ന ഇസ്മായിൽ ഹാനിയ, യഹിയ സിൻവർ, അതുപോലെ ഹിസ്ബുള്ളയുടെ മേധാവിയായിരുന്ന ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹസൻ നസ്രുള്ള, ഈ 3 യോഗ്യന്മാരുടെയും ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു. അതിൻ്റെ സംഘാടകർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ സാധാരണ സിനിമാകാരന്മാരുടെയും മറ്റുമൊക്കെ പടങ്ങളാണ് ഇവർ ആനപ്പുറത്ത് എഴുന്നള്ളിക്കാറ്. മോഹൻലാലിൻ്റെ, മമ്മൂട്ടിയുടെ, അങ്ങനെയുള്ള ആളുകളുടെയാണ്. അതല്ലെങ്കിൽ നമ്മുടെ സദ്ദാം ഹുസൈൻ്റെ ഒക്കെ ചിത്രങ്ങൾ പലപ്പോഴും ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതൊക്കെ ഓരോ ടീമുകൾ പണം പിരിവിട്ട് നടത്തുന്ന ആഘോഷങ്ങളാണ്. അപ്പോൾ ആനപ്പുറത്ത് ആരെഴുന്നള്ളിക്കണം എന്നവർ തീരുമാനിക്കും. ഇതാ കേരളത്തിൽ ഹമാസ് തീവ്രവാദികളെ ആഘോഷിക്കും എന്ന് പറഞ്ഞ് അതോടൊപ്പം തന്നെ ഈ ബോംബിങ്ങിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഗാസയുടെ ചിത്രങ്ങൾ കൂടി ചേർത്ത് വടക്കേ ഇന്ത്യയിൽ മാധ്യമങ്ങൾ ആഘോഷിക്കുക. കേരളം അല്ലെങ്കിൽ തന്നെ തീവ്രവാദികളുടെ സ്വന്തം നാടാണ് എന്നൊരു ധാരണ ഉണ്ടാക്കുന്നതിൽ ഇവർ വിജയിച്ചിട്ടുണ്ട്. ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതാത് സംസ്ഥാനങ്ങളിലെ BJPയുടെ നേതാക്കന്മാർ ജനങ്ങളെ ഉപദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനം കേരളം പോലെ ആകാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ബംഗാൾ പോലെ ആകാതിരിക്കണമെങ്കിൽ, കാശ്മീർ പോലെ ആകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നത് മാതൃഭൂമിയിലാവട്ടെ മനോരമയിലാവട്ടെ വന്നില്ല, മറ്റു പത്രങ്ങളിലും കണ്ടില്ല. പക്ഷേ ഇത് വടക്കേ ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ, അവിടുത്തെ ടെലിവിഷൻ ചാനലുകളിൽ, പത്രങ്ങളിലൊക്കെ വാർത്ത കിട്ടും. അത് കണ്ടിട്ടാണ് ഞാനടക്കമുള്ള ആളുകൾ ഇവിടെ ഇങ്ങനൊരു സംഭവം നടന്നാലും അറിയുന്നത്. യഹിയ സിൻവർ കൊല്ലപ്പെട്ടപ്പോൾ എൻ്റെ നാടായ ആലുവയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കാരം നടത്തി. അതുപോലെ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പടം വെച്ച് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള സംഗതികൾ നടക്കും. ഇത് 10-15 പേരായിരിക്കും ഇതിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ പഴി വരുന്ന ആർക്കാണ്? സംസാരത്തിന് മുഴുവനുമാണ്. ന്യൂസ് 18 ചാനലിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്ന മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി, അദ്ദേഹം ഈ യഹിയ സിൻവറിൻ്റെ പടം വെച്ചാൽ എന്താ തെറ്റ് എന്ന് ചോദിച്ചു. അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ ന്യായീകരിക്കാം. പക്ഷേ ലീഗ് പോലെ ഉത്തരവാദിത്തമുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ കുറച്ചുകൂടി ചുമതലാബോധം കാണിക്കേണ്ടതല്ലേ എന്നാണ് എൻ്റെ സംശയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.